നാണവുമില്ലാത്ത എന്നെ പൊക്കത്തിലെത്തിച്ചത് നിങ്ങളാണ്. ഇതിനുശേഷമായിരിക്കും അത്ഭുത ദ്വീപ് 2 എന്ന് പറയുന്ന സിനിമയുടെ ഇവിടെ ഇതൊന്നും മനസ്സിലാവാണ്ട ഒരാളിരിപ്പുണ്ട്. നമ്മുടെ സിംഗ്, डू यू अंडरस्टैंड एनीथिंग? सिर्फ गिनेस पकड़ो नहीं, मेरे को भी पसंद करना है. താലെ പിടിച്ച് ആവശ്യപ്പെടുന്നു. അവിടെ ഒരു ഫിലിപ്പൈനി ഉണ്ട്. ആര്? യു ആർ ഫ്രം വിച്ച് കൺട്രി? ജപ്പാനാ? എൻ്റെ പൊന്നെ, ജപ്പാനീസ് അറിയോ? അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ മൈക്ക് പിന്നീട് ടോമിന് ജാപ്പനീസ് ഭാഷ പറയാനായിട്ട് കൊടുക്കുന്നു. May 23. You come to theater to watch our movie. Okay, you can understand English. അത് വിട്ടേടാ, ശരിയാവില്ല. സ്ഥിരം കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നവരാണ് ഞാനും പക്രു. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് അവൻ എന്നെ തോപ്പിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് തോറ്റ് പുറത്തു പോയിരുന്നു, ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ മത്സരിച്ച് ഒന്നിച്ചു വന്നു. ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളിലും പ്രോഗ്രാം ചെയ്തിട്ടുള്ളവരാണ് ഞാനും പക്രു. 10-25 വർഷമായിട്ട് ഒരുമിച്ച് വേദികളിലൂടെയും അതിനുശേഷം TV സ്ക്രീനിലൂടെയും പിന്നീട് സിനിമയിൽ ഞങ്ങൾ തുല്യമായിട്ടല്ല എങ്കിലും ഞങ്ങളുടെ സിനിമയിൽ, പക്രുവിൻ്റെ സിനിമയിൽ ഞാൻ ചെറിയ വേഷങ്ങളും എൻ്റെ സിനിമയിൽ പക്രു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് മലയാള സിനിമയിൽ നിന്നും ആദ്യം തമിഴകത്ത് ചെന്നിട്ട് അവിടെ സ്റ്റേറ്റ് അവാർഡ് മേടിക്കുകയും രജനി സാറിൻ്റെയും അതുപോലെ തന്നെ കമൽഹാസൻ സാറിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് എൻ്റെ സഹോദര തുല്യനായ അജയ് കുമാർ എന്ന് പറയുന്ന പക്രു അവിടെ പോയി അവാർഡ് മേടിക്കുകയും സൂര്യയുടെ ഒപ്പവും വിജയുടെ ഒപ്പവും ഇപ്പോൾ പ്രഭുദേവയോടൊപ്പമൊക്കെ അഭിനയിച്ച് വീണ്ടും മലയാളത്തിൽ തരംഗമാക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്തിരിക്കുന്ന 916 കുഞ്ഞൂട്ടൻ. ഇതിനുശേഷമായിരിക്കും അത്ഭുത ദ്വീപ് 2 എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നത്. എന്തായാലും ഈ വെക്കേഷൻ കാലത്ത് ഫാമിലിയായിട്ട് കുട്ടികളോടൊപ്പം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനോടൊപ്പം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ചെന്ന് ആസ്വദിക്കാൻ കഴിയുന്ന വെറുമൊരു തമാശ പടമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരു ചെറിയ പടം അങ്ങനെയല്ല. തെലുങ്കിൽ നിന്നുള്ള ക്യാമറമാനാണ് സഞ്ജീവ് റെഡ്ഡി. അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത നിർവ്വഹണം ചെയ്തിരിക്കുന്നത് പ്രേതം എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ വിശേഷത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആനന്ദ് മധുസൂദനനാണ്. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് മധു ബാലകൃഷ്ണനും കല്യാണിയുമാണ്. അങ്ങനെ ഒരു നീണ്ട ക്രെഡിറ്റ്സ് ഉണ്ട്. പ്രതിഭകളായിട്ടുള്ള കലാകാരന്മാരുടെ ഒരു സംഗമം കൂടിയാണ് 916 കുഞ്ഞൂട്ടൻ. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്നിട്ട് വേറെ കാര്യം ചിന്തിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോയി എന്ന് ഒരിക്കലും പറയുകയോ ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ TV യിൽ ചെയ്തിട്ടുള്ള എല്ലാ ഷോസും
ആകെ 3-4 ഷോസാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ടോപ്പ് റേറ്റിംഗിലും ഏറ്റവും ഹിറ്റായി മാറി. അതിലൂടെയാണ് വലിയ സ്ക്രീനിലേക്ക് ഞങ്ങൾ എത്തിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം, ഇത്രയും പേര് തിയേറ്ററിലുണ്ടായാൽ മതി ഒരു ഷോ വിജയിക്കണമെങ്കിൽ. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവില്ലേ? ആരെ കൈയടിക്കണത് തന്നെയാണോ? എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം തിയേറ്ററിൽ ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ട്രിവാൻഡ്രം ലുലു മാളിൽ ലിറ്റിൽ ഷെഫ് എന്ന ഒരു വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി ഇവിടെ നടക്കുകയും സംഘടിപ്പിക്കുകയും അതിനൊപ്പം തന്നെ ഒരു ചെറിയ നടനായ എൻ്റെ ഒരു വലിയ സിനിമ ഈ 23-ാം തീയതി റിലീസാവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം ഒരു പ്രധാന കഥാപാത്രവുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ തിയേറ്ററുകളിൽ എത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായും എൻ്റെ സിനിമകൾക്കൊക്കെ തന്നെ നിങ്ങൾ നൽകിയ ഒരു വലിയ പ്രോത്സാഹനം, അതൊരു ചെറിയ പ്രോത്സാഹനമല്ല, വലിയ പ്രോത്സാഹനമാണ്. ഞാൻ ചില വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, പൊക്കമില്ലാത്ത എന്നെ പൊക്കത്തിലെത്തിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 916 കുഞ്ഞൂട്ടൻ എന്ന ഈ ഒരു ചെറിയ ചിത്രം ഈ 23-ാം തീയതി തിയേറ്ററുകളിലെത്തിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ആത്മാർത്ഥമായൊരു പ്രോത്സാഹനം ഈ കൊച്ചു ചിത്രത്തോടൊപ്പം ഉണ്ടാവണം. ഒരു കാര്യം വാക്ക് തരാം, നിങ്ങൾക്ക് ബോറടിക്കാതെ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന എല്ലാ ജനറേഷനിലുമുള്ള എല്ലാവർക്കും ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും. ഇതൊരു പക്ക കോമഡി സിനിമയല്ല, എന്നാൽ പക്ക ന്യൂജൻ പടമല്ല. എല്ലാ ചേരുവകളും ചേർന്ന് എല്ലാ ആബാലവൃദ്ധം ജനങ്ങൾക്കും ആസ്വാദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരിക്കും 916 കുഞ്ഞൂട്ടൻ. 23-ന് തിയേറ്ററിലെത്തുന്നു. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് ഞാൻ ലുലു ഗ്രൂപ്പിന്, പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാമായ യൂസഫ് അലിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരായിട്ടുള്ള ബഹുമാനരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു ചെറിയ ചിത്രത്തിൻ്റെ ലുലു മാളിൽ തന്നെ, അതായത് കാലിക്കറ്റ്, കോട്ടയം, ഇപ്പോഴിതാ തിരുവനന്തപുരം, ഈ 3 വേദികളിലേക്കും ഞങ്ങളെ ക്ഷണിച്ച് ഒരു വലിയ പ്രോത്സാഹനം തന്ന ലുലുവിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. ഒപ്പം തന്നെ വളരെ പുതുമയുള്ളൊരു പരീക്ഷണം, കുട്ടികളിലെ പാചകകലയെ പുറത്തു കൊണ്ടുവരുവാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടുമായിട്ട് ലുലു എത്തിയിരിക്കുകയാണ് ലിറ്റിൽ ഷെഫ്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ലിറ്റിൽ ഷെഫുകൾക്ക് അവർ വലിയ ഷെഫുമാരാവട്ടെ. അതുമാത്രവുമല്ല, അതും ഒരു വലിയ കലയാണ്. അത് കുട്ടികൾ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനു മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ കുട്ടിക്കലവറ എന്നൊരു പ്രോഗ്രാമിൽ ഇത്തരത്തിൽ കുട്ടികളോടൊപ്പം പാചകത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന ലിറ്റിൽ ഷെഫ്മാർക്ക് പ്രത്യേകം ആയി പറയുന്നു. ഒപ്പം 916 കുഞ്ഞൂട്ടൻ സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. നിങ്ങൾ നൽകിയ, ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ നൽകിയ ആവേശോജ്വലമായ സ്നേഹത്തിനും ആ കയ്യടിക്കും അത് തന്നെയാണ് ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്ന കലാകാരന്മാർക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം. അത് തിയേറ്ററിലും പ്രതിഫലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് 23-ന് ശേഷം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ മൈക്ക് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇതൊന്നും മനസ്സിലാവാണ്ട ഒരാളിരിപ്പുണ്ട്, നമ്മുടെ സിംഗ്. ഡു യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്? ഒന്നും മനസ്സിലായിട്ടില്ലല്ലേ? എന്തായാലും അദ്ദേഹത്തിനും മലയാളിയാണോ ഇപ്പുറത്തിരിക്കുന്നത്? ആണ്. എന്നിട്ട് എന്താ ഒരു സന്തോഷമില്ലത് മൊത്തത്തിൽ? അപ്പോൾ സിംഗിന് വേണ്ടിയിട്ട് രണ്ട് വാക്ക് രാകേഷ് സുബ്രഹ്മണ്യം, നമ്മുടെ ആക്ടറാണ്, പുള്ളി പറഞ്ഞ് മനസ്സിലാക്കും. गुड इवनिंग. हमारा मलयालम मूवी 916 कुन्नुटन 23 मई 2025 सारे थिएटर्स में वर्ल्ड वाइड आ रहे हैं. सब लोग इंडिया और बाहर जो भी मलयालम पसंद कर रहे हैं, गिनेस
टिल्लू चैटन को पसंद कर रहे हैं, सब आपकी ओर से सपोर्ट करना चाहिए, सब हमारे थिएटर में आके देखना चाहिए और हमारे जितना भी हो सकता है उतना सपोर्ट कीजिए। हम एक ही चीज़ गारंटी कर सकते हैं कि ये बढ़िया मूवी रहेंगे। आप 2 घंटे के बाद जब बाहर आएंगे तो इसका बुरा तो कभी नहीं देख सकते। आप देखने के बाद अगर बुरा है तो आज हमने जो बताया आगे स्टेज में कभी नहीं बताएंगे। हमारा सिर्फ इतना है कि आप लोग सब सपोर्ट करना चाहिए। 23 मई को हमारा मूवी को प्लीज़ बाहर की दुनिया के लिए हम ओपन कर रहे हैं। थैंक यू वेरी मच। सिर्फ गिनेस पकड़ो नहीं, मेरे को भी पसंद करना है। ताले पिടിച്ച് ആവശ്യപ്പെടുന്നു. अच्छा इसको भी हिंदी मानता है, हिंदी जानता है. ഓക്കെ, അപ്പോൾ ഇനി ഏതെങ്കിലും പാട്ട്? അവിടെ ഒരു ഫിലിപ്പൈനി ഉണ്ട്. ആര്? യു ആർ ഫ്രം വിച്ച് കൺട്രി? ജപ്പാനാ? എൻ്റെ പൊന്നെ, ജപ്പാനീസ് അറിയോ? അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ മൈക്ക് ടിനി ടോമിന് ജാപ്പനീസ് ഭാഷ പറയാനായിട്ട് കൊടുക്കുന്നു. You come to theater to watch our movie. Okay, you can understand English? അതൊരു അത് വിട്ടേടാ, ശരിയാവില്ല. അപ്പോൾ 23-ാം തീയതി നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തത് നമ്മളെന്താണ്? വെനി സോങ്. ഏതാണ്? അടിപൊളി പാട്ടാണ്, കല്യാണപ്പാട്ട്. ഇത് ആനന്ദ് മധുസൂദൻ്റെ സംഗീതത്തിലാണ്. ഈ ഒരു അടിപൊളി പാട്ടുണ്ട്, ഒരു കല്യാണപ്പാട്ടുണ്ട്. ഇത് അല്ലല്ല, മറ്റേ കല്യാണപ്പാട്ടല്ലേ, അത് നാരായണ ഗോപനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ടും കൂടി നമുക്കിവിടെ വാച്ച് ചെയ്യാം. ഇനി മുതൽ ഗാനമേളകളിലും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷവേളകളിലും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അങ്ങനെ റിലീസായ ഉടനെ തന്നെ മില്യൺ വ്യൂസാണ് അതിന് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് തരാം. ഹലോ ട്രിവാൻഡ്രം, സുഖമല്ലേ എല്ലാവർക്കും? ആണ്. അപ്പോൾ 916 കുഞ്ഞൂട്ടൻ്റെ ജേർണി ശരിക്കും ഒരു അടിപൊളി ജേർണി ആയിരുന്നു. ഷാജോട്ടിൻ്റെ വൈഫായിട്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ്, ഒരു വീട്ടിലാണ് ഞങ്ങളുടെ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ആ വീട്ടിൽ. അമ്മ, അച്ഛൻ, മക്കൾ, പിന്നെ നമ്മുടെ പത്രചേട്ടൻ, അങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്ത ദിവസങ്ങളായിരുന്നു അന്നെല്ലാം. ശരിക്കും ഇതിൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വൈബ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ വി തറലി എൻജോയ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ 23-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പഴിയെ പറയാം. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അറിയാം എല്ലാവരും നമ്മുടെ മൂവി സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അടുത്ത താരത്തെ കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിങ്ങളുടെ മുന്നിലെല്ലാം വന്ന് നിൽക്കുമ്പോൾ, എസ്പെഷ്യലി ഇത്ര വർണ്ണശബളമായ ജൂലി മോളിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ വളരെ സന്തോഷം. ഇനി ചോദിച്ചതിന് മറുപടി പറയാം. എന്നെ ഈ ചിത്രത്തിൽ 916 കുഞ്ഞൂട്ടിൻ്റെ ഒരു ഭാഗമാകാൻ ആദ്യം വിളിച്ചത് എൻ്റെ സംവിധായകനാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് 2 നായികമാരാണ്, ആ 2 നായികമാരിൽ ഒരു നായികയുടെ അച്ഛനാണ്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ ഞാൻ ഓക്കെ, കാരണം ഒരു നായികയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ എന്തായാലും നല്ല കഥാപാത്രമായിരിക്കും. ഇതുകൂടാതെ എന്നോട് പറഞ്ഞു, ഇതിനകത്തെ നായകൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഗിന്നസ് പക്രുവാണ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അല്ലേ? അതുകൂടെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെ, ഞാൻ ഡേറ്റ് തന്നിരിക്കുന്നു. ഞാൻ അങ്ങനെ ആ സിനിമ ലൊക്കേഷനിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രിയ താരങ്ങളായ ടിനി ടോം ഉണ്ട്, ഷാജു ഉണ്ട്, നോബി ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞ് നമ്മളെല്ലാം കൂടെ ചിരിപ്പിക്കാനായിട്ട് ഒരു വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ടു. കൂടാതെ അവിടെ വെച്ചാണ് ഞാൻ പ്രൊഡ്യൂസറെ കാണുന്നത്. പ്രൊഡ്യൂസറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ
ഞാനൊരു ബന്ധം പറയുകയാണെങ്കിൽ മുമ്പേ നേരത്തെ ബന്ധം ഉണ്ടായിരുന്നു, പക്ഷേ അത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ടോട്ടലി എനിക്ക് വളരെ അറ്റ് ഹോം ഫീൽ ചെയ്യുന്ന ഒരു ലൊക്കേഷനായിരുന്നു. സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കഥാതന്തു ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾ സിനിമ 23-ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് ഈ സിനിമ ആസ്വദിക്കണം. അതിന് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, പക്ഷേ ഒരു ചെറിയൊരു ഹിന്റ് തരാം. ഇത് നിങ്ങളെ ചിരിപ്പിക്കാനുള്ളൊരു സിനിമയാണ്. എസ്പെഷ്യലി കുട്ടികളെയും കൊണ്ട് നിങ്ങൾ പോകണം. കുട്ടികളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. വീട്ടിലെ മുതിർന്നവരെ കൊണ്ടുപോയാൽ അവരിലും ആസ്വാദകരമായ ഒരു സിനിമയായിരിക്കും. മാത്രമല്ല, ഇടയ്ക്ക് നിങ്ങൾക്ക് ചെറിയ ഒരു നമ്മളെ നൊമ്പരപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചില നിമിഷങ്ങൾ കൂടിയുണ്ട് ഒരു സിനിമയിൽ. അതുകൂടി ഈ സിനിമയിലുണ്ട്. അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു ഫാമിലി ചിത്രമായിരിക്കും 916 കുഞ്ഞൂട്ടൻ. ആ പേരിൽ തന്നെ ഉണ്ട് 916. അതാ നമ്മുടെ 916 ആണ് ഞങ്ങളുടെ മുന്നിലൂടെ ഇരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരും പ്രിയങ്കരനെ 916 തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഈ ചിത്രത്തിനെ കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തണം. എല്ലാവരുടെ ഒരു അഭ്യർത്ഥനയാണ്. ഇത് ഫസ്റ്റ് ഡേ തന്നെ 23-ാം തീയതി തന്നെ നിങ്ങളെല്ലാവരും ഈ ചിത്രം കാണണം. ഞങ്ങളെ ഈ സിനിമ ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് സിനിമാ ലോകത്തേക്ക് കാലുവെക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ സിനിമയിലൂടെ ഒരു നടനായിട്ട് മാറുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു ഫീലിംഗ്? താങ്ക് യു ലുലു ട്രിവാൻഡ്രം, താങ്ക് യു ടു എവറി വൺ ട്രിവാൻഡ്രം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും തന്നെ എന്നെ കണ്ടിട്ട് പരിചയം ഉണ്ടാവില്ല. പക്ഷേ 916 കുഞ്ഞൂട്ടൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി ആവുന്നത് 23rd ഈ മൂവി കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഫുൾ സന്തോഷം എത്തുക. ചോദിച്ച ചോദ്യം ഞാൻ എങ്ങനെ എത്തി എന്നുള്ളതാണ്. താങ്ക്സ് ടു മോസൈക്ക് ഡ്രാഗൺ എൻ്റർടൈൻമെൻറ്റ്. അതാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അവർ ത്രൂ ആണ് എനിക്കിങ്ങോട്ട് എത്താൻ പറ്റിയത്. അതിൻ്റെ കൂടെ തന്നെ സംവിധായകൻ ആര്യൻ വിജയ്, ക്രിയേറ്റീവ് ഡയറക്ടർ രാജ്വിമൽ രാജൻ, ഇവർ രണ്ടുപേരുമായിരുന്നു ഈ ഒരു ഫുൾ ലൈനപ്പിൻ്റെ പിന്നിലുള്ള മെയിൻ ആൾക്കാർ. പിന്നെ ഏറ്റവും സന്തോഷമുള്ള വീണ്ടുള്ളൊരു കാര്യം, 916 ആയിട്ട് അഭിനയിക്കുന്ന പക്രുചേട്ടനും ടിനിച്ചേട്ടനും നീണ്ട നിര എന്ന് പറഞ്ഞാൽ 30 ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ ഒരു സിനിമ വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിനെ താങ്ക് യു ഫോർ എവ്രി വൺ. ഞങ്ങളുടെ ഈ പടം 23rd May 2025 തിയേറ്ററിൽ കാണണം. ഫാമിലി എൻ്റർടൈനറാണ്, നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി മാത്രമേ ഞങ്ങളുടെ ഈ ടീമിന് തരാൻ പറ്റുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഈ കൊച്ചുകുട്ടികൾ ഇവിടെ ആകാംക്ഷഭരിതരായി നോക്കിയിരിക്കാൻ ആർക്കാണ് പ്രൈസ്, അല്ലേ? പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. ഈ പ്രൈസ് എന്നൊക്കെ പറയുന്നത് ഒരു താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു ആശ്വാസമായിട്ട് കണ്ടാൽ മതി. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റായിട്ടും അതിനെ കാണാം. കാരണം എന്തറിയാമോ, ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രചോദനമാണ്. ദാറ്റ് യു ക്യാൻ ഡു ഗുഡ് കുക്കിംഗ് ആൻഡ് ഇറ്റ്സ് ബീങ് അപ്രീഷിയേറ്റഡ്, അല്ലേ? സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് മാത്രം കണക്കാക്കണ്ട. നൗ മൈ ഡ്യൂട്ടി ഈസ് ടു അനൗൺസ് ദി സെക്കൻഡ് റണ്ണർ. ഓക്കെ, ആർക്കാ വേണ്ടേ? ഓക്കെ, കൊച്ചുകുട്ടികളാണ് ചോദിച്ചത്. ഓക്കെ, സെക്കൻഡ് റണ്ണർ ഗോസ് ടു കാവ്യ. സമ്മാനം കിട്ടുന്നതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ദ ലൂസർ ഇസ് ദ വിന്നർ. എന്താന്ന് പറഞ്ഞാൽ ലൂസ് ചെയ്യണവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. നിങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തും. സ്ഥിരം കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നവരാണ് ഞാനിപ്പോൾ കുറു. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് അവൻ എന്നെ തോപ്പിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അന്ന് തോറ്റ് പുറത്തു പോയിരുന്നു, ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ മത്സരിച്ച് ഒന്നിച്ചു വന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്നിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ തോൽക്കുന്നവനാണ് വിജയി യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് റണ്ണറപ്പ് സേറ സുഹർ. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ സമ്മാനം കിട്ടുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനിയും നിങ്ങൾ കൂടുതൽ അതിനുവേണ്ടി എന്താ പറയുക,
ഈ ഒരു രംഗത്ത് മികവ് തെളിയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലുലു ഫൻറ്റൂറ ലിറ്റിൽ ഷെഫ് ഈ ഒരു ഗ്രാൻഡ് മത്സരത്തിൽ വിന്നറായിരിക്കുന്നത് മറ്റാരുമല്ല